സംസാരിക്കുന്നു. അവിടേക്ക് താൻ ഇവിടെ ഒരു വണ്ടി ചലിക്കുകയല്ല. അങ്ങനെ വണ്ടി പോകുന്നു ചലിക്കുകയല്ലോ. എടുക്കലാകുമോ ഭക്തന്മാരോട് നിൽക്കുക വായി നോക്കി ഇത്ര ഭക്തന്മാരോട് വായി നിൽക്കുക മണിക്കൂറുകളിൽ നിൽക്കുക എങ്ങനെയോ ഉണ്ടാക്കട്ടെ 19 രൂപ അതൊക്കെ പോയാൽ മതി മര്യാദ കാര്യം ഞങ്ങൾക്ക് പമ്പയ്ക്ക് പോകണ്ടായി. ഓഫീസിൽ ആരുമില്ല. എന്റെ വർത്താനം പറയുന്നേ എങ്ങനെ വണ്ടി വരട്ടെ അതിന്റെ വർത്താനം പറയുന്നേ സമയത്ത് സ്പെഷ്യൽ സർവീസ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ 100 കണക്കിന് ഭക്തജനങ്ങൾ, അതായത് 2 ബസ്സിൽ കൂടുതലുള്ള ആൾക്കാർ, ഇവിടെ അമ്മമാരുൾപ്പെടെ ഉള്ളവർ ബസ്സില്ലാതെ ഇവിടെ കിടന്ന് വലയുകയാണ്. ഇവിടെ ആകെ സംഘർഷമായ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല എന്ന് പറയുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിലെ ആസ്ഥാനമായ ഒരു പ്രദേശമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. ഈ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ ഇത്രയധികം ഭക്തജനങ്ങൾ വലയുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാഹചര്യം എന്താണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. ഇവിടെ ഇപ്പോൾ അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ഇവിടെ ഇപ്പോൾ അടി നടക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയധികം അയ്യപ്പന്മാരെ ബുദ്ധിമുട്ടിക്കാനും മാത്രമേ